മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഓരോ ഉത്സവങ്ങൾക്ക് ശേഷവും ഓരോ ആഘോഷങ്ങൾക്ക് ശേഷവും മനുഷ്യൻ എന്തെന്നില്ലാത്ത ശൂന്യതയിലേക്കും ഏകാന്തതയിലേക്കും നയിക്കപ്പെടുന്നുണ്ട്. അവസാനം അവൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ബഹളങ്ങളെല്ലാം? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ആഹ്ലാദ തിമിർപ്പുകളെല്ലാം? എല്ലാ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും പിന്നിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ശൂന്യതാ ബോധമുണ്ട്. എന്നാൽ ഓരോ ക്രിസ്തീയ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കാൻ വേണ്ടി. ഒരിക്കൽ കൂടെ എന്നെ ക്രിസ്തുവിൽ നവീകരിക്കാനായിരിക്കണം എൻ്റെ തിരുനാളുകൾ, എൻ്റെ ആഘോഷങ്ങൾ, എൻ്റെ ഓരോ ക്രിസ്തീയ ആഘോഷങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം പലപ്പോഴും എന്നെ വേദനിപ്പിക്കാറുണ്ട്. കാരണം CMI സഭയിൽ ഒരു വൈദികനാവുവാൻ വേണ്ടി എടുക്കുന്ന കാലഘട്ടം 15 വർഷക്കാല നവസന്യാസവും ഫിലോസഫിയും ഡിഗ്രിയും അതുപോലെ തിയോളജിയും എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു 15ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്നവൻ 30ാമത്തെ വയസ്സിൽ വൈദികനാകുന്നു. പിന്നീട് ഞാൻ പട്ടം കിട്ടിയിട്ട് 13 വർഷം കഴിഞ്ഞു. 13 വർഷക്കാലവും ദൈവ വചന ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ഈ തിരുവചന ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഞാനും പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നിന്റെ നാമത്തിൽ രോഗശാന്തി നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവ് പറയുക, ഞാൻ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമല്ലേ? ഞാൻ കാണിച്ചു കൂട്ടിയത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ പറഞ്ഞതും ഞാൻ കേട്ടതും എല്ലാം വൃഥാവിലായി തീരുകയല്ലേ? ഇവിടെ പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് പറയുക, ഞാൻ നിന്നെ അറിയില്ല എന്ന്. ഞാൻ അറിയുന്ന കർത്താവിനെ എന്റെ കർത്താവ് അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. നമ്മൾ അറിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പറയാ, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ. ഞാൻ ഓർക്കുക, നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരമ്മ വന്ന് എന്റെ കൈ പിടിച്ചു. അതിനുശേഷം ഒരുപാട് വർത്താനം പറയുന്നുണ്ട്. എനിക്ക് എവിടെയോ വെച്ച് കണ്ടുപരിചയമുണ്ട്, എനിക്കൊട്ടും പിടുത്തം കിട്ടുന്നില്ല, എവിടെയോ വെച്ച് കണ്ടുപരിചയമുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, അവസാനം ഈ അമ്മയ്ക്ക് മനസ്സിലായി, എനിക്ക് ഈ അമ്മയെ മനസ്സിലായിട്ടില്ല എന്ന്. അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുക. അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എവിടെ വെച്ച് കണ്ടുപരിച്ചുണ്ടല്ലോ, എവിടെ വെച്ച് കണ്ടുപരിച്ചുണ്ടല്ലോ. അവസാനം എനിക്ക് തിരിച്ചറിയാനായി, ഞാൻ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മുമ്പിൽ ആ അമ്മ വന്നിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഞാൻ ആ അമ്മയെ മറന്നുപോകുക. ഞാൻ അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ അമ്മ എന്നോട് ഒരുപാട് സംസാരിച്ചു, പക്ഷെ ഞാൻ അറിയുന്നില്ല. ഇതുപോലെ തന്നെ ക്രിസ്തു കൊണ്ടല്ലോ നമ്മെ അറിയുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്തു നിന്നെ അറിയുന്നുണ്ടോ? ഈ ക്രിസ്തു നിന്നെ അറിയുന്നുണ്ടോ? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഔന്നത്യമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാ ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. ഏറ്റവും ഔന്നത്യമുള്ള ജീവിതം എന്താ? മഹാത്മാഗാന്ധി പറയുകയാണ്, ഔന്നത്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം, ഉന്നതി കാണിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കണം. ഏറ്റവും ഔന്നത്യമുള്ള കാര്യം എന്താ? അതാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ ഔന്നത്യമുള്ളത് എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഓർത്തു നോക്കിയേ, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താ കിട്ടുക? പത്രോസ് ചോദിക്കുന്നുണ്ട്, നിന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ അതുപോലെ വയലുകളെയോ എന്തൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ? കർത്താവ് സംശയം പറയുകയാണ്, ഞാൻ 100 ഇരട്ടിയായി 100 ഇരട്ടിയായി 100 ഇരട്ടിയായി ഞാൻ തരും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിക്ക്, ഔന്നത്യമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന. എന്നാൽ ഓരോ ക്രൈസ്തവനും വിളിച്ചിരിക്കുന്ന
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന നിന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ചെയ്യുന്നതിന്റെ പിന്നിൽ ഇന്ന് ഓർക്കുക, നീയാണ് എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടോ? നമ്മൾ ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മളാണെന്നുള്ളൊരു ചിന്ത നമ്മൾ കൊണ്ടുപോയി നടക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാന് ഇന്ന് 4 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ഇന്ന് ഞാൻ 500 രൂപ ഞാൻ ചാരിറ്റിയായി കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത. സ്പിരിച്വാലിറ്റി ഈക്വലന്റ് ടു ആക്ടിവിറ്റി. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ആത്മീയത എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വൈദികരുടെ സ്ഥലം മാറ്റം നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെന്റ് ഓഫ് മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. ആ സമയത്ത് ഈ വൈദികനെ കുറിച്ച് പറയുകയാണ്, പൗരോഹിത്യം സ്വീകരിച്ച് 40 വർഷം കഴിഞ്ഞു. 40 വർഷം കൊണ്ട് 6ഓളം പള്ളികൾ ആ അച്ഛൻ പണിതിട്ടുണ്ട്. 30ഓളം സ്കൂളുകൾക്ക് തറക്കല്ലിട്ട് അച്ഛൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ അച്ഛൻ ചെയ്ത 100 പ്രവൃത്തികൾ അവിടെ പറയുന്നുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തെ തിരിച്ചറിഞ്ഞു നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. സ്പിരിച്വാലിറ്റി ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി എന്നുള്ള ചിന്ത നമ്മൾ പലപ്പോഴും കൊണ്ടുപോയി നടക്കുന്നുണ്ട്. ഓർക്കുക, ഒരു കുഞ്ഞിനോട് അമ്മയെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ 100 നാവ. 5 വയസ്സുള്ള കുഞ്ഞ് സ്കൂളിൽ ചെന്നിരിക്കുക. ടീച്ചർ പറഞ്ഞു, മോനെ അമ്മയെ കുറിച്ച് 5 കാര്യം പറയുക. അവൻ സ്മാർട്ടായിട്ട് പറയും അവന്റെ അമ്മയെ കുറിച്ച്. അമ്മ അതിരാവിലെ എഴുന്നേൽക്കും, അമ്മ എനിക്ക് ഭക്ഷണം എടുത്തു തരും, അമ്മ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും, വീണ്ടും അമ്മ വീടൊക്കെ വൃത്തിയാക്കും, അമ്മ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ടാവും, അയൺ ചെയ്തിട്ടുണ്ടാവും. അവൻ അമ്മയെ കുറിച്ച് പറയുവാൻ വേണ്ടി 100 കാര്യങ്ങളാ. എന്നാൽ ഒരു വൈദികൻ എന്നോട് പറയുക, ഈ അച്ഛന് പട്ടം കിട്ടിയിട്ട് 10-30 വർഷമായി. എന്നാൽ ഈ അച്ഛന്റെ അമ്മ 15 വർഷമായി തളർന്നു കിടക്കുക. അമ്മയുടെ ഓരോ ആവശ്യങ്ങൾ, വിശക്കുകയാണോ, ദാഹിക്കുകയാണോ, അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ടോ, ഇതൊക്കെ ഈ മക്കള് തിരിച്ചറിയുന്നത് അമ്മയുടെ ഈ കൺപോളകൾ അനങ്ങുന്നു കണ്ടിട്ടാ. ഈ കൺപോളകൾ അനങ്ങുന്നു കാണുമ്പോ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ അമ്മയുണ്ടല്ലോ വിശന്നിട്ടാ, ഈ അമ്മയ്ക്ക് ദാഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾ അമ്മയ്ക്കുണ്ട്. ഈ കൺപോളകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഇങ്ങനെ കിടക്കുക. ആ കൊച്ചിന് പറയാനുണ്ട് അമ്മയെ കുറിച്ച് 100 കാര്യങ്ങൾ. എന്നാൽ ഈ 15 വർഷമായി തളർന്നു കിടക്കുന്ന ഈ അമ്മയെ കുറിച്ച് ഈ മക്കൾക്ക് എന്താ പറയാനുള്ളത്? ഈ അമ്മ മരിച്ചു. ഇതിനു ശേഷം ഒരിക്കൽ ഈ അച്ഛൻ പങ്കുവെച്ചത് ഇങ്ങനെയാ, എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തെന്നില്ലാത്തൊരു ശൂന്യത, അമ്മയുടെ നഷ്ടമുണ്ടല്ലോ, അത് നഷ്ട, അതെനിക്ക് പറയാൻ പറ്റാത്ത നഷ്ട. ഈ അച്ഛന്റെ ഉള്ളില് എന്തെന്നില്ലാത്ത വേദനയാ. എന്നാൽ ഈ അച്ഛന് അമ്മയെ കുറിച്ച് പറയാൻ എന്തോ ഉള്ളേ? അമ്മ എന്ത് പ്രവൃത്തിയെ ചെയ്യുന്നേ? നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആയിരിക്കുന്ന അവസ്ഥയാ. ഒരു വൈദികൻ എന്ന് പറയുന്നത് 40 മിനിറ്റ് കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് വൈദികൻ എന്നുള്ളതിന് ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ പ്രിയപ്പെട്ടവരെ? വചനത്തിൽ നാം കാണുന്നുണ്ട്, മർത്തേ മർത്തേ നീ കൂടുതൽ കാര്യങ്ങൾ അസ്വസ്ഥയായിരിക്കുന്നു, എന്നാൽ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തായിരുന്നു ഈ നല്ല ഭാഗം എന്ന് പറയുന്നത്? മർത്തിയുടെ കർത്താവ് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നീ അവിടെ ഇരിക്കെ, എന്റെ മുമ്പിൽ ഇരിക്കെ, എന്റെ കൂടെ ഇരിക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ഇന്നർ വേൾഡ് ഉണ്ട്, അവളുടെ ഒരു ആന്തരികതയുണ്ട്. ആ ആന്തരികത ശക്തിപ്പെടുത്താൻ പലപ്പോഴും നമ്മൾ കാണിച്ചു കൂട്ടുന്ന കുറെ ബാഹ്യമായ പ്രവൃത്തികളാണ് ആത്മീയത എന്ന് പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ഇരിക്കുക. കർത്താവ് മർത്തിയോട് പറഞ്ഞ പോലെ, മർത്തേ മർത്തേ നീ അവിടെ ഇരുന്നാ മതി. ആ ഇന്നർ വേൾഡിനെ, ആന്തരികതയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, നാം ചെയ്യുന്നതിന്റെ പിന്നിൽ സ്നേഹം ഇല്ലാതെ പോകുന്ന അവസ്ഥ. പലപ്പോഴും നമ്മുടെയൊക്കെ പല പ്രവർത്തനങ്ങളും വലിയ സ്നേഹത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന,
എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞു അതെല്ലാം ഒരു അഡ്മിനിസ്ട്രേഷന്റെ ലെവലിലേക്ക് അത് മാറിപ്പോവുക, ഒരു കോപ്പറേറ്റീവ് ലെവലിലേക്ക് അത് മാറിപ്പോവുക. നമ്മൾ ചെയ്യുന്നതിന്റെ പിന്നിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് സന്യാസ സമൂഹങ്ങളുടെ അവസ്ഥയിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ചെയ്തു കൂട്ടുന്നതിന്റെ പിന്നിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും രണ്ടുപേർക്കും പറയാനുള്ള കാര്യം എന്താ? അവർ ചെയ്തു കൊടുത്തതിന്റെ പട്ടികകളാ. ഈ പട്ടികൾ എപ്പോഴും നിരത്തുന്ന എപ്പോഴാ? സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാ. ഞാൻ നിനക്ക് വേണ്ടി അത് മേടിച്ചു തന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു തന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി അതൊക്കെ കൊണ്ടുവന്ന് തന്നില്ലേ. പല കാര്യങ്ങളും ആ പട്ടികൾ നിരത്താനുണ്ട്. ഈ പട്ടികൾ പലപ്പോഴും നിരത്തുന്നത് സ്നേഹം നഷ്ടപ്പെട്ട് പോകുമ്പോഴാ. സ്നേഹത്തിൽ ചെയ്യുന്ന മനുഷ്യന് അവൻ ചെയ്ത പ്രവൃത്തികൾ അവൻ ഓർക്കാറില്ല. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ആക്ട്. ഈ സ്പോണ്ടേനിയസ് ആക്ട് ആയിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ പിന്നിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. യേശു പറയുന്നുണ്ട്, ഇതാ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എനിക്ക് വസ്ത്രം കൊണ്ടുവന്ന് തന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞങ്ങൾ ചെയ്തത്? എപ്പോഴാണ് ഞങ്ങൾ ചെയ്തത്? ഓർക്കുക പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടുകൂടെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒന്നും ഓർത്തിരിക്കാനില്ല. ഈ ചെയ്ത പട്ടികളുടെ ലിസ്റ്റ് ആ വ്യക്തിക്ക് പബ്ലിഷ് ചെയ്യാറില്ല. എപ്പോഴാണ് ഞാനിതെല്ലാം ചെയ്തത്? ഇന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ പിന്നിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? നമ്മൾ കാണുക, യേശു ആ ശിമിയോന്റെ വീട്ടിൽ വന്നിരിക്കുക. കുശാലമായ ഭക്ഷണമാ യേശുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഇതാ പാപിനിയായ സ്ത്രീ ആ ഭവനത്തിലേക്ക് കയറി വരിക. ഒരുപാട് വ്യക്തികൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പാപിനിയായ സ്ത്രീ യേശുവിൽ കാണുന്നുണ്ട്. പല പുരുഷന്മാരും വരുന്ന പോലെയല്ല ഈ യേശു എന്ന് പറയുന്ന വ്യക്തി. ഒരു കാലിടറാത്ത പുരുഷനെ ഞാൻ കാണുകയാണ്. ഇതിനുശേഷം യേശു ഉണ്ടല്ലോ ആ ശിമിയോനോട് പറയുന്ന എന്താ? ശിമിയോൻ പറയുന്നുണ്ട്, ഇവൾ ഏത് തരക്കാരിയാണ് നിനക്കറിയോ? ഇവൾ നിന്റെ പാദങ്ങളിൽ ഇതാ തൈലം പൂശുന്നു, ഇവൾ ചെയ്തു കൂട്ടുന്നൊക്കെ നീ കാണുന്നില്ലേ? ആ സമയത്ത് യേശു ആ ശിമിയോനോട് പറയുക, ഇവളുണ്ടല്ലോ എന്നെ എല്ലാവരെക്കാൾ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു. ഇവൾ എല്ലാവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇന്ന് പട്ടികൾ നീളുന്നുണ്ടെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദിക്കാരൊക്കെ മലയാളികളുടെ മണ്ണിൽ വന്ന് മധ്യപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യരെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും പൊരിയുന്ന വെയിലത്ത് ഈ ഭർത്താവ് നട്ടുച്ച നേരത്ത് അധ്വാനിക്കുക. ഉച്ചയ്ക്ക് 12:30 മണിയായപ്പോൾ ഈ ബംഗാളിയായ ഭാര്യയുണ്ടല്ലോ ഓടി ഒരു കലത്തില് കഞ്ഞിയും പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ഭർത്താവിന് മുമ്പിലേക്ക് അവൾ ആ കഞ്ഞിക്കലം നീട്ടിക്കൊടുക്കുക. ഈ ഭർത്താവ് വലിയ ആർത്തിയോടുകൂടെ സന്തോഷത്തോടുകൂടി ആ കഞ്ഞി മുഴുവൻ കുടിക്കുന്നുണ്ട്. അവസാനം അതിൻ്റെ അടിയിൽ കാണുമായിരിക്കും 1-2 കവിള്. അത് അവൾക്ക് വെച്ച് നീട്ടിയ അവളും സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുക. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ദമ്പതികൾ എത്രയോ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഈ ദമ്പതികൾ എത്രയോ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇന്ന് സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ, സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എവിടെയോ വിളർച്ച വന്നിരിക്കുന്നു, അപാകത വന്നിരിക്കുന്നു. തിരുത്തേണ്ട സമയമായി. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ശക്തമായ അഹം നമ്മിൽ നിന്ന് എടുത്തു മാറ്റാൻ തയ്യാറാവണം. ലോകത്തിൽ ഏറ്റവും മോശം വാക്ക് ഞാൻ എന്ന് പറയുന്ന വാക്കാണ്. ഏത് ആത്മീയ ജീവിതത്തെയും തകർക്കുന്ന വാക്കാണ്
എൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന അഹം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വാക്ക്. ഓർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ, അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം തന്നെ അവൻ എടുത്തു മാറ്റേണ്ടതാണ് അവന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നുള്ള വാക്ക്. പലപ്പോഴും നമുക്കൊക്കെ പറയാനുണ്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഞാൻ പണിത കെട്ടിടം, ഞാൻ പണിത ഷോപ്പിംഗ് കോംപ്ലക്സ്, ഞാൻ പണിത പള്ളികൾ, ഞാൻ പണിത കുരിശുപള്ളി, ഞാൻ പണിത സ്കൂള്, ഞാൻ വെച്ച മരം, ഞാൻ വെച്ച തെങ്ങ്, ഞാൻ വെച്ച മാവ്, ഞാൻ വെച്ച പ്ലാവ്. ഇതുപോലെ തന്നെ ഈ അഹം ഞാൻ കൊണ്ടുപോയി നടക്കുന്നിടത്തോളം കാലം ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ സാധിക്കുകയില്ല. പല പാപങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? പല പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മിൽ അഹം കൊണ്ടുപോയി നടക്കുന്ന അഹങ്കാരം. ഞാൻ എന്ന ഭാവമാണ് ഞാൻ ആരംഭിക്കുന്നതെങ്കിൽ ഇതിന്റെ അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്ന ദൈവനിഷേധത്തിലാണ് നീ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചറിയേണ്ട കാര്യം എന്താ? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്ന അഹം എന്തിനെ കുറിച്ചുള്ള അഹമാ? ഒരു പക്ഷേ എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച്, കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, പലതിനെക്കുറിച്ച് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, എൻ്റെ ദൈവം എനിക്ക് തന്നതല്ലാതെ എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? ഇന്നോർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ, പലതും ജീവിതത്തിൽ വലുതായി നീ കാണുന്നുണ്ട്. ഇന്ന് നിനക്ക് 1 or 2 PhD ഉണ്ടാവും, നിന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നീ നിരത്തി വെച്ചിട്ടുണ്ടാവും. നിന്റെ ദൈവം തന്നില്ലെങ്കിൽ നിനക്ക് എന്താ ഉള്ളേ? ഇന്ന് നിനക്ക് 5 അക്ക സംഖ്യയുള്ള ജോലി ഉണ്ടാവാം. ഇന്ന് നീ ആ ജോലിയെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തിരിച്ചറിഞ്ഞു, നിന്റെ ദൈവം തന്നിട്ടില്ലെങ്കിൽ നിനക്ക് എന്താ ഉള്ളേ? ഇന്ന് നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, എന്നാൽ ഈ ദൈവം തന്നതല്ലെങ്കിൽ നിനക്ക് എന്താ ഉള്ളേ? നിന്റെ കുടുംബം, ഇന്ന് കുടുംബത്തെ ഓർത്ത് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവം തന്നതല്ലാതെ നിനക്ക് എന്താ ഉള്ളത്? ഓർക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം തരാത്തതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ എന്തിനെ കുറിച്ചൊക്കെ അഹങ്കരിക്കുന്നുണ്ടോ അത് പലപ്പോഴും എത്തിച്ചേരുന്ന ദൈവനിഷേധത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താഴ്മയോടുകൂടെ എളിമയോടുകൂടി ജീവിക്കാൻ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാൻ, ദൈവമേ നീ തന്ന ഈ ജീവിതത്തെ ഓർത്ത്, നീ തന്ന ഡിഗ്രികളെ ഓർത്ത്, നീ തന്ന സൗന്ദര്യത്തെ ഓർത്ത്, നീ തന്ന കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, കൊരിന്തോസുകാർക്ക് 1 ലേഖനം 9 അധ്യായം 27 തിരുവചനം, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മേന്മയ്ക്ക് ഒരു വകയില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്കാ ദുരിതം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഹം എടുത്തു മാറ്റാൻ നമ്മൾ തയ്യാറാവണം. വീണ്ടും ആത്മീയ ജീവിതത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്കില്ലാതെ പോകുന്ന നീതിബോധത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. സ്പിരിച്വാലിറ്റി, ആത്മീയത ഒരു വ്യക്തിയെ നയിക്കേണ്ടത് ആഴമായ ഒരു നീതിബോധത്തിലേക്ക്, നീതിമാനായി ജീവിക്കുവാനാ നമ്മെ ആത്മീയത നയിക്കേണ്ടത്. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് മത്തായി സുവിശേഷം 5 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ അഷ്ടസൗഭാഗ്യങ്ങൾ എന്താ? കർത്താവ് ശംശിയ തന്റെ ജീവിതം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിച്ചത് മുഴുവനാ ഈ 8 കാര്യങ്ങൾ അഷ്ടസൗഭാഗ്യങ്ങളായി നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ പറയുകയാണ്, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. എന്താണ് നീതിക്ക് വേണ്ടി വിശക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും നീതിബോധം എല്ലാത്തിലും അർഹിക്കുന്നത് അർഹത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അർഹത ഉള്ളത് ഉറപ്പുവരുത്തുന്നതാണ് നീതിബോധം എന്നുള്ളത്. എല്ലാത്തിലും അർഹതയുള്ളത് ഉറപ്പുവരുത്തുക. എന്താ അർഹതയുള്ളത് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞ, ഒരു കുടുംബത്തിൽ പ്രായമുള്ള മാതാപിതാക്കൾ 2 പേരും കിടപ്പ, ആ കഞ്ഞി ചൂടാവുമ്പോഴുണ്ടല്ലോ, കഞ്ഞി തിളയ്ക്കുമ്പോ അതിന്റെ ചൂടാറാതെ ആദ്യത്തെ കഞ്ഞിപ്പാത്രം ഈ അപ്പനും അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക.
ആ പ്രായത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ചൂടുള്ളത് കിട്ടാൻ വേണ്ടി. ഈ ചൂടുള്ളത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന നീതിബോധം എന്ന് പറയുന്ന. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. കുടുംബങ്ങളെയെല്ലാം സീരിയലുകളൊക്കെ വലയം ചെയ്തിരിക്കുക. സന്ധ്യാസമയത്ത് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. മൊബൈൽ ഫോണുകളും സീരിയലുകളും എല്ലാം നമ്മുടെ കുടുംബങ്ങളെ വലയം ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക, ആ കുഞ്ഞുങ്ങളുടെ സ്വരം കേൾക്കുക, ആ കുഞ്ഞുങ്ങളെ പറയാൻ അനുവദിക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ നീതിബോധം എന്ന് പറയുമ്പോൾ. ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിലേക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ്, ഭാര്യയ്ക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. അവളുടെ ഹൃദയം പ്രഭാതം മുതൽ സായാഹ്നം വരെ ഈ ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ അവൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചേക്കുക. ആ സമയത്ത് അവൾ പറയാൻ വരുമ്പോ നിനക്ക് ചുരുക്കിയ വാക്കുകളെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് ആ ഭാര്യയെ നിരുത്സാഹപ്പെടുത്തുമ്പോഴാ അവിടെ നീതിബോധം നഷ്ടപ്പെട്ടു പോവുക. സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാം ഒന്ന് തുറന്ന് പറയാൻ വേണ്ടി. അവൾ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റാരോടുമല്ല, അവളുടെ ഭർത്താവിനോടാ. ഈ സമയത്ത് ഈ ഭർത്താവ് അവൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നതിന്റെ പേരാ നീതിബോധം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ ദിനവും വളരേണ്ട വ്യക്തികളാണ്. നമ്മൾ ഓർക്കുക, ഈ ആത്മീയ ജീവിതത്തിൽ വളരുമ്പോൾ എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുന്നതിന്റെ ഏറ്റവും സുന്ദരമായ ലക്ഷണം എന്ന് പറയുന്നത്? ഫ്രാൻസിസ് അസീസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കുഷ്ഠരോഗി പറഞ്ഞു, ഹി സ്മെൽസ് ക്രൈസ്റ്റ്. അവന് ക്രിസ്തുവിന്റെ മണമുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ, ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയണം അവന് ക്രിസ്തുവിന്റെ മണമുണ്ട്, അവന്റെ സംസാരത്തിൽ ക്രിസ്തുവിന്റെ മണമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിന്റെ പരിമളങ്ങളായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട വ്യക്തികളാണ്. ഞാനും നിങ്ങളുമെല്ലാം ഈ ക്രിസ്തുവിന്റെ മണമുള്ള വ്യക്തികൾ. എങ്ങനെയാണ് ക്രിസ്തു ഈ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ? ഇതാണ് ഓരോ സമയവും നമ്മൾ ചിന്തിക്കേണ്ടത്. തീരുമാനമെടുക്കേണ്ട വ്യക്തികളാ നമ്മൾ. പൊട്ടിത്തെറിക്കുന്നവരാ. എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഓർക്കുക, ക്രിസ്തുവായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് തീരുമാനമെടുക്കുക? ആ ക്രിസ്തുവിന്റെ സഹനങ്ങളും ക്രിസ്തുവിന്റെ പഞ്ചക്ഷതകളും ക്രിസ്തുവിന്റെ പരിമളങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഇന്നേ ദിവസം പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പ്രിയപ്പെട്ട വ്യക്തികളായി തീരണോ? നമ്മുടെ ജീവിതത്തെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, നാം ചെയ്യുന്നതാണ് നമ്മളെന്നുള്ള ചിന്ത. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി തീരുവാനാ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. കുഷ്ഠരോഗി ഫ്രാൻസിസ് അസീസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിൽ ക്രിസ്തുവിൻ്റെ മണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ